കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് മാധ്യമ സംഗമം നടത്തി. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിലെ അംഗങ്ങളാണ് മാധ്യമ സംഗമത്തിൽ പങ്കെടുത്തത്. NDA നേതാക്കളായ PK രവീന്ദ്രൻ, ദിനൽ മാധവ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പഞ്ചവടി പാലം എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ സിനിമയില്, അതായത് ചെറിയ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർ ഒരു ചെറിയ ഉൾഗ്രാമം എന്ന പോലെയുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത്. കാരണം ഇവിടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ജനങ്ങൾ കാണുന്നതല്ല, വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപ്പുവെള്ളം കയറുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. സാറ്റലൈറ്റും റോക്കറ്റൊക്കെ വിട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാനായിട്ട് ചീപ്പ് ഡാം ഉണ്ടാക്കാനായിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ സാധിച്ചിട്ടില്ല. വെള്ളാങ്കല്ലൂരും പിന്നെ മാളയിലും ഈ പുത്തഞ്ചേറിയിലും എല്ലാം ഉപ്പുവെള്ളം കയറിയിട്ട് എത്ര ഏക്കർ കണക്കിന് കൃഷി സ്ഥലമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാങ്കല്ലൂര് പാടശേഖരം 300 ഏക്കറാണ്. ഇരിഞ്ഞാലക്കുടയും പിന്നെ കൊടുങ്ങല്ലൂർക്കും കൂടെ നീണ്ടു കിടക്കുന്ന പാടശേഖരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 500 ഏക്കർ പാടശേഖരം കൃഷിക്ക് യോഗ്യമല്ലാതെ കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാത്ത ആ 500 ഏക്കർ പാടശേഖരം എത്ര കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? അതോ എത്ര കൊല്ലമാണെന്നറിയും? 35 കൊല്ലം എന്ന് പറയുമ്പോൾ ഏതെല്ലാം ഭരണകൂടങ്ങൾ സംസ്ഥാനത്ത് വന്നുപോയി, ഏതെല്ലാം MLA-മാർ വന്നുപോയി, എന്നിട്ട് 35 കൊല്ലമായിട്ട് ഇത്രയും വലിയൊരു സ്ഥലം കൃഷി യോഗ്യമല്ലാതെ കിടക്കുന്നു. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് അവിടെ കൃഷി നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വരുന്ന എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 2020 പ്രസ്ഥാനത്തിലാണ്. ഞാൻ രാഷ്ട്രീയം ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതും രാഷ്ട്രീയം പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2020 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ 100-ൽ പരം ചീപ്പ് ഡാമുകളാണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളത്തിന്റെ ഓവർഫ്ലോയോ അല്ലെങ്കിൽ ക്ഷാമം കൊണ്ട് 1 സെന്റ് സ്ഥലം പോലും കൃഷിയോഗ്യമല്ലാത്തത് ആ പഞ്ചായത്തുകളിലില്ല. 1000 ഏക്കറോളം സ്ഥലം 2020 പഞ്ചായത്ത് ഏറ്റെടുത്ത് നെൽപ്പാടങ്ങൾ കൃഷി ചെയ്ത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധികൾ ഇല്ലാത്തതിന്റെ ഒരു കുറവ്. ഞാൻ ഈ പറയുന്നതൊന്നും അമേരിക്കയിലോ ന്യൂയോർക്കിലോ ഒന്നല്ല, നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വെറും 3/4 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ കാണാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചീപ്പ് ഡാമുകൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം ഒരിക്കുന്നില്ല, അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇവര് വന്നിട്ട് ബണ്ട് കെട്ടും. ഈ പൊട്ടിക്കലും കെട്ടലും ചെയ്യുന്ന ഈ തമാശക്കളിക്ക് 6-7 ലക്ഷം രൂപ പഞ്ചായത്തിൽ ഇവർ എഴുതിയിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് കണ്ടു ഈ കെട്ടുന്ന പണ്ട് ഇതെന്ത് ഇടുക്കി ഡാമാണ് ഇവർ കെട്ടുന്നതെന്ന് കാണാനായിട്ട് അവിടെ പോയി. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മണ്ണ് പൊത്തി കളിക്കില്ലേ, അതുമാതിരി മണ്ണ് പൊത്തിയിട്ട് 4 പലക വെച്ച് കഴിഞ്ഞാണ് ഇവർ ഈ ബണ്ട് എന്ന് പറയുന്നത്. ഇത് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ചെലവില് ബംഗാളിനെ കൊണ്ടാണ് പൊട്ടിക്കുന്നത്. ഇത് കെട്ടലും ഏതാണ്ട് 3-4 ബംഗാളിനെ കൊണ്ടാണ് ചെയ്തത്. ഏതാണ്ട് എല്ലാം കൂടെ ചേർന്ന് 5000 രൂപയുടെ ചെലവില്ല. ഇതിനാണ് 5-6 ലക്ഷം രൂപ ഇവർ എഴുതിയെടുക്കുന്നത്. അതായത് ഈ എല്ലാ കൊല്ലത്തെ 5-6 ലക്ഷം രൂപയുടെ കലാപരിപാടി ഈ 3-4 മെമ്പർമാർ വട്ടം കൂടിയിരുന്ന് പങ്കുവയ്ക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാശനഷ്ടം ഈ നാട്ടിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുന്നു.